വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇത് ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിൻ്റെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസിൻ്റെ റെഫറൻസാണ്. SSLC പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട രണ്ട് കവിതകളിൽ ഒന്ന് ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, മറ്റൊന്ന് ദ ലൈൻസ് റിട്ടൺ ഇൻ എർലി സ്പ്രിംഗ് ബൈ വേർഡ്സ്വർത്ത്. ദിസ് വൺ ഈസ് റിട്ടൺ ബൈ W.B. Yeats. And this is a poem written in the style of ballad. ഇടയഗീത ശൈലിയിൽ എഴുതപ്പെട്ട ഒരു കവിത. പ്രത്യേകിച്ചും ഫാദർ ഗില്ലിഗൻ ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ്റെ സേവനം, ആ സേവനം അദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്? ആ വീരഗാഥയാണ് ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഒരു ഗ്രാമത്തിൽ എപ്പിഡമിക്സ്, അതായത് പകർച്ചവ്യാധി രോഗം പടർന്നു പിടിക്കുന്നു. ആ പാരിഷ് ഒരു പുരോഹിതൻ്റെ പരിധിയിൽ വരുന്ന, അയാൾ സേവനം അനുഷ്ഠിക്കേണ്ടതായ ഇടവക. ആ ഇടവകയിലെ ജനങ്ങളിൽ പകുതിയും മരിച്ചു കഴിയും, പകുതിയിലേറെ മരിക്കുകയോ രോഗബാധിതരാവുകയോ ചെയ്തു. ഇങ്ങനെ മരിക്കുമ്പോൾ, ഇടതടവില്ലാതെ മരിക്കുമ്പോൾ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ മതവിശ്വാസപ്രകാരം അന്ത്യകൂദാശ, ലാസ്റ്റ് സർവീസ്, ഇത് മരിക്കുന്ന വ്യക്തിക്ക് സ്വർഗലോകപ്രാപ്തിക്കുള്ള ഉപാധിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പുരോഹിതനാണ് എല്ലാ രോഗികൾക്കും, മരിക്കുന്ന ഓരോ വ്യക്തിക്കും ലാസ്റ്റ് സാക്രിഫൈസ് ഓർ ലാസ്റ്റ് സർവീസ്, അന്ത്യകൂദാശ ചെയ്യേണ്ടത്. നമ്മുടെ പുരോഹിതൻ, ഹീസ് ഏജ്ഡ് ബട്ട് ഹീസ് ഹാർഡ് വർക്കിംഗ്. പ്രായമുള്ള ആളാണ്, പക്ഷേ കഠിനാധ്വാനിയാണ്. നൈറ്റ് ആൻഡ് ഡേ ഹി വർക്ക്ഡ്. രാവും പകലും ജോലി ചെയ്തു. സെർവ്ഡ് ദ പീപ്പിൾ, ജനങ്ങളെ സേവിച്ചു. ആൻഡ് സേവ്ഡ് ദം ഫ്രം ദെയർ സിൻസ്, അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. ആൻഡ് സെൻഡ് ദം ടു ഹെവൻ, അവരെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. വൺ ഡേ എ സ്ട്രേഞ്ചർ കെയിം ദർ ടു ടേക്ക് ഹിം ടു ഹിസ് ഹൗസ് ഫോർ അനദർ ഡൈയിങ് മാൻ. ഒരു മനുഷ്യൻ മരിക്കാറായിരിക്കുന്നു. അയാൾക്ക് വേണ്ടതായ സേവനങ്ങൾ ചെയ്യാനായിട്ട് പുരോഹിതരെ കൂട്ടാൻ വന്നു. ആൻഡ് ഇറ്റ് വാസ് ഡിസ്ക്, നേരം സന്ധ്യയോടടുത്തിരുന്നു. ദ പുവർ മാൻ വാസ് സോ ടയേർഡ്. നമ്മുടെ പുരോഹിതൻ ഏറെ ക്ഷീണിതനാണ്. ടു ടയേർഡ് ടു വാക്ക്, നടക്കാൻ കഴിയാത്ത വിധം ക്ഷീണിതനാണ്. ആൻഡ് ഹി വാസ് നോഡിങ് ഇൻ ഹിസ് ചെയർ, കസാരയിലിരുന്ന് അദ്ദേഹം മയങ്ങിപ്പോയിരുന്നു. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്താണ് ദ മാൻ കെയിം ടു കോൾ അപ്പോൺ, വിളിക്കാൻ വന്നത്. ദ പുവർ പ്രീസ്റ്റ് prayed the God and appealed him for forgiving. തനിക്ക് മാപ്പ് തരണമേ, ഐ കാൺട്ട് ഗോ വിത്ത് ദിസ് മാൻ, എനിക്ക് ഈ മനുഷ്യനോടൊപ്പം പോകാൻ കഴിയുന്നില്ല. മൈ ബോഡി സ്പേക്ക്, not my mind.
എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ മനസ്സുണ്ട്, പക്ഷേ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല. ആൻഡ് സെയിങ് ദാറ്റ് ഹീ ഫെൽ അസ്ലീപ്പ്. അതും പറഞ്ഞ് ആ മനുഷ്യനോട് ആ സന്ധ്യാസമയം ഉറങ്ങിപ്പോന്നു. ആൻഡ് ദി മൂത്തവർ കെയിം. മൂത്തവർ MOTHHOUR. പാറ്റ പൊടിയുന്ന, മഴപ്പാറ്റ പൊടിയുന്ന, പൂമ്പാറ്റ വരുന്ന, അല്ലെങ്കിൽ നിശാശലഭം വരുന്ന, പൂമ്പാറ്റ വരുന്നതല്ല, നിശാശലഭം വരുന്ന സമയം, മൂത്ത്, മറ്റേ ബട്ടർഫ്ലൈ. അപ്പോൾ മഴപ്പാറ്റ വരുന്ന, മൂത്ത് വരുന്ന, നിശാശലഭം വരുന്ന സമയം, ദാറ്റ് ഈസ് ഈവനിങ്. ഇറ്റ് വാസ് ഈവനിങ്, ലേറ്റ് ഈവനിങ്. നേരം വളരെ വൈകിയിരുന്നു. ആൻഡ് ദ ഈവനിങ് ഡിസപ്പിയേർഡ്. സായന്തനം അപ്രത്യക്ഷമായി. ആൻഡ് ഡാർക്ക്നെസ് സ്പ്രെഡ് ഓൺ ദിസ് വേൾഡ്. ഇരുട്ട് ഭൂമിയിലാണ് വ്യാപിച്ചു. ദ സ്റ്റാർസ് പീപ്ഡ് ഫ്രം ദ സ്കൈ. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് എത്തി നോക്കി. ആൻഡ് ദി ഗോഡ് കവേർഡ് all the sleeping souls with peace. എല്ലാ ഉറങ്ങുന്ന മനുഷ്യരിലും ദൈവം സമാധാനം ചൊരിഞ്ഞു. ആൻഡ് ദി ഡോൺ കെയിം. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായി. എഗെയിൻ ദ മോത്ത് അവർ. വീണ്ടും പകൽ സമയത്തും, അതായത് ലേറ്റ് ഈവനിങ്ങിലും ഏർലി മോർണിംഗിലും മഴപ്പാറ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ മോത്ത് ഈയാമ്പാറ്റ് വരാറുണ്ട്. വീണ്ടും ആ സമയമായി. ദ സ്പാരോ ചെപ്പിംഗ് ടൈം. കിളികൾ ചിലയ്ക്കുന്ന, കുരുവികൾ ചിലയ്ക്കുന്ന സമയമായി. ഫാദർ സ്റ്റുഡ് അപ്പ്. അദ്ദേഹം എഴുന്നേറ്റു. ആൻഡ് ഹി വാസ് സോ സാഡ്. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ഹി കുഡിൻറ്റ് ഗോ വിത്ത് ദ അതർ മെൻ യെസ്റ്റർഡേ ഈവനിങ്. കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹി ഫെൽറ്റ് ഹി ഈസ് എ സിന്നർ. അദ്ദേഹത്തിന് തോന്നിപ്പോയി താനൊരു പാപിയാണെന്ന്. ആൻഡ് വിതൗട്ട് എ ഡിലേ ഹി സ്റ്റാർട്ടഡ് ടു ദാറ്റ് ഡൈയിങ് മാൻസ് ഹൗസ്. അദ്ദേഹം ആ മരിക്കുന്ന, ഒരുപക്ഷെ മരിച്ച മനുഷ്യൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആൻഡ് ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ്. കുതിരയെ ഉണർത്തി. ആൻഡ് ഹി റോഡ് ആസ് ഹി നെവർ റോഡ്. ഇന്ന് വരെ കുതിരയെ ഓടിക്കാത്ത അത്ര വേഗതയിൽ, കെയർലെസ്ലി, അശ്രദ്ധയോടെ. ദാറ്റ് മീൻസ് ഹി വാസ് ഓൺലി തിങ്കിങ് അബൌട്ട് ഹിസ് സിൻ. തൻ്റെ പാപത്തെക്കുറിച്ച്, താൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ആൻഡ് ത്രൂ ദ റോക്കി ലൈൻ, ആ പർവ്വത അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ, ത്രൂ ദ ഫെൻ, ചതുപ്പ് നിലങ്ങളിലൂടെ, ഹി റോഡ് ഹിസ് ഹോഴ്സ് ആൻഡ് റീച്ച്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ആ മരണം നടക്കാനിടയുള്ള ആ മനുഷ്യൻ്റെ വീട്ടുമുറ്റത്തെത്തി. ദ ഹൗസ് വൈഫ്, ഹിസ് വൈഫ്, ഓപ്പൺ ദ ഡോർ. അവർ വാതിൽ തുറന്നു. ആൻഡ് ജസ്റ്റ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. അവർ ഒരു ചോദ്യം ചോദിച്ചു. ഫാദർ, യു കം അഗെയിൻ? പുരോഹിത, താങ്കൾ വീണ്ടും വന്നതാണോ? ദാറ്റ് വാസ് എ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. താങ്കൾ വീണ്ടും വന്നതാണോ എന്നാണ് ചോദിച്ചത്. ദാറ്റ് മീൻസ് വൺസ് ഹി ഹാസ് ഓൾറെഡി കം. അതായത് ഇതിനകം തന്നെ ഒരിക്കൽ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പ്രീസ്റ്റ് ആസ്ക്ഡ്, വാട്ട് ഹാപ്പൻ ടു യുവർ ഹസ്ബൻഡ്? താങ്കളുടെ ഭർത്താവ്? ആൻഡ് വെരി പീസ്ഫുള്ളി ഷീ സെഡ്. അവർ വളരെ സമാധാനത്തോടെ പറഞ്ഞു, യെസ്, ഹി പാസ്ഡ് അവേ. He went to the heavens very peacefully. അദ്ദേഹം വളരെ സമാധാനത്തിൽ സ്വർഗസ്ഥനായി. He left this world as merry as a bird. ഒരു പക്ഷി എപ്രകാരത്തിലാണോ പഴം അല്ലെങ്കിൽ മധു, തേന് കുടിച്ച് സന്തോഷത്തോടു കൂടി പറന്നു പോകുന്നത്, അപ്രകാരത്തിൽ, as that, in such a way he left this world, because you came here and served him. അങ്ങ് ഇവിടെ വന്ന് അദ്ദേഹത്തെ സ്വർഗസ്ഥനാക്കിയല്ലോ. യു ഹാവ് ഡൺ ഓൾ ദ തിങ്സ് ദാറ്റ് ഹി നീഡഡ്.
അദ്ദേഹത്തിന് വേണ്ടതൊക്കെ താങ്കൾ ചെയ്തു കൊടുത്തല്ലോ. ഹിയറിംഗ് ദിസ്, ഇത് കേട്ടപ്പോൾ പീറ്റർ ഗില്ലിഗൻ നെറ്റ് ആൻഡ് പ്രേഡ് ദ ഗോഡ്. അദ്ദേഹം ഒരിക്കൽ കൂടി മുട്ടുകുത്തി ദൈവത്തിന് പ്രാർത്ഥിച്ചു. താങ്ക്ഡ് ദ ഗോഡ്, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഫോർ സേവിങ് ഹിം ഫ്രം ദ സിൻ, പാവി എന്ന ആ ദുഷ്പേരിൽ നിന്നും അങ്ങനെ രക്ഷിച്ചു. ആൻഡ് ഗോഡ് സെൻഡ് വൺ ഓഫ് ഹിസ് ഏഞ്ചൽസ് ടു ദിസ് എർത്ത് ഇൻ ദി സെയിം ഷേപ്പ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ദൈവം അവൻ്റെ മാലാഖമാരിൽ ഒരാളെ പീറ്റർ ഗില്ലിഗൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് അയക്കുന്നു. എന്നിട്ട് പീറ്റർ ഗില്ലിഗൻ എപ്രകാരത്തിലാണോ അന്ത്യകൂദാശകൾ അർപ്പിക്കുന്നത്, അപ്രകാരത്തിലൊക്കെ ആ മാലാഖ ഈ മരിക്കുന്ന മനുഷ്യന് അന്ത്യകൂദാശ ചെയ്തു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗസ്ഥനായി. ആൻഡ് ദിസ് ഈസ് ദി സമ്മറി ഓഫ് ദ പോയം. ആൻഡ് ദ മോറൽ ഈസ് ദാറ്റ്, ദ തീം ഈസ് ദാറ്റ്, ദ എത്തിക് ഈസ് ദാറ്റ്. ഇതിൻ്റെ സന്ദേശം ഇതാണ്: ദോസ് ഹു ആർ റെഡി ടു സെർവ് വൺസ് ഓൺ ഡ്യൂട്ടി, ആര് സ്വന്തം കടമ നിർവഹിക്കാൻ തയ്യാറാകുന്നവോ, ഹീ ഈസ് സേവ്ഡ് ബൈ ദി ഗോഡ്. അവളെ ദൈവം രക്ഷിക്കും. ഗോഡ് വിൽ കം ദർ. ആരാണോ തൻ്റെ കടമ ചെയ്യുന്നത്, എവ്രി പീപ്പിൾ, ഈച്ച് വൺ ഓഫ് ദിസ് എർത്ത്, മനുഷ്യനായി പറഞ്ഞ ഓരോ വ്യക്തിയും അവനവന് നിക്ഷിപ്തമായ കടമ ചെയ്യാൻ നിർബന്ധിതരാണ്. അതർവൈസ് ദേ ബിക്കം സിൻഫുൾ. അല്ലെങ്കിൽ അവർ പാപികളായിട്ട് മാറുന്നു. സോ ഡ്യൂട്ടി ഈസ് ദി ഗ്രേറ്റസ്റ്റ് തിങ്. കടമ നിർവഹിക്കലാണ് പരമപ്രധാനമായ കാര്യം. ദർ ദ ഗോഡ് വിൽ ബി. അവിടെ ദൈവമുണ്ടാകും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, താൻ പാതി ദൈവം പാതി എന്ന്. ഇതാണ് ഈ കവിതയുടെ സന്ദേശം. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. Then come to the questions. The Ballad of Father Gilligan. Short questions. Why was Father Gilligan weary? എന്തുകൊണ്ടായിരുന്നു ആ പുരോഹിതൻ ക്ഷീണിതനായത്? ആൻസർ: He served the people of his parish without having food and rest. ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ പുരോഹിതൻ തൻ്റെ ഇടവകയിലെ ജനങ്ങളെ സേവിച്ചു. So he was tired. അങ്ങനെ അദ്ദേഹം ക്ഷീണിതനായിരുന്നു. നെക്സ്റ്റ് വൺ: What is the significance of the word flock? സിഗ്നിഫിക്കൻസ് എന്ന വാക്കിനർത്ഥം പ്രാധാന്യം. എന്താണ് ഈ വരിയിൽ ഫ്ലോക്ക് എന്ന വാക്കിൻ്റെ പ്രാധാന്യം? Here it means the people of parish. ഇവിടെ ഫ്ലോക്ക് എന്ന വാക്കിനർത്ഥം ആട്ടിൻകൂട്ടമെന്നാണ്, ആട്ടിൻപറ്റമെന്നാണ്. എന്നാൽ ഇവിടെ പാരിഷിലെ ഇടവകയിലെ ജനങ്ങളെന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Why were the flock either in bed or lying under the green sod? എന്തുകൊണ്ടാണ് ജനങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നത്? ഒന്നുകിൽ അവർ മരണക്കിടക്കയിലാണ്, അല്ലെങ്കിൽ അവർ മണ്ണിനടിയിലാണെന്ന്. There spread some sort of epidemic diseases. അവിടെ ആ ഗ്രാമത്തിൽ ഏതോ തരത്തിലുള്ള പകർച്ചവ്യാധി. As a result of it, അതിൻ്റെ ഫലമായിട്ട് many of them died and many of the people became sick. പലരും മരിച്ചു കഴിഞ്ഞു, പലരും രോഗബാധിതരായി കിടക്കുന്നു. Next one: Why was another man sent to father? എന്തിനാണ് ആ സന്ധ്യാസമയത്ത് ഒരു മനുഷ്യൻ പുരോഹിതൻ്റെ വീട്ടിലെത്തിയത്? ആൻസർ: That man's relative was in deathbed. ആ മനുഷ്യൻ്റെ ബന്ധു മരണക്കിടക്കയിലാണ്. He wanted to get last service from the priest. അദ്ദേഹത്തിന് പുരോഹിതനിൽ നിന്നും അന്ത്യകൂദാശ വേണ്ടിയിരുന്നു. Next question: Why did Father Gilligan seek forgiveness from God? എന്തുകൊണ്ടാണ് പുരോഹിതൻ ദൈവത്തിൽ നിന്നും മാപ്പ് അപേക്ഷിച്ചത്?
Father Gilligan couldn't go to the dying man's house. പുരോഹിതന് മരണ ആസസ്ഥനായ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഫോർ സെർവിങ് ഹിം, അദ്ദേഹത്തെ സേവിക്കാനായിട്ട്. സോ ഹി സോട്ട് ഫോർഗിവ്നെസ് ടു ഗോഡ്. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തിനോട് മാപ്പ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ടൈം കോൾഡ് മോത്ത് അവർ, ഓർ വാട്ട് ഈസ് ദ ടൈം കോൾഡ് മോത്ത് അവർ? എന്തുകൊണ്ടാണ് അതിനെ മോത്ത് അവർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് മോത്ത് അവർ എന്ന് വിളിക്കുന്ന സമയം? ഇറ്റ് വാസ് ഈവനിങ് വെൻ ദി മോത്ത് അപ്പിയേഴ്സ്. അത് സായന്തനമായിരുന്നു, അതായത് മഴപ്പാറ്റ പ്രത്യക്ഷപ്പെടുന്ന സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചിർപ്പ്? എന്താണ് കിളികൾ ചിലയ്ക്കുന്ന സമയം? ഏർലി മോർണിംഗ്, പ്രഭാതം. വേർ ദ ബേർഡ്സ് വേക്ക് അപ്പ് ആൻഡ് മേക്ക് ചിപ്പിംഗ്. ആ സമയത്താണ് പക്ഷികൾ ഉണരുന്നതും അവ കൂജനം നടത്തുന്നതും. ഇനി പുസ്തകത്തിൽ അതിന് മറ്റൊരു ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ട്. മോത്തവർ എന്നത് സെക്കൻഡ് മോത്തവർ എപ്പോഴാണ്? രണ്ടാമത്തെ മോത്തവർ. ദാറ്റ്സ് ഓൾസോ ഈവനിങ്, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും. നമുക്ക് ആദ്യം പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്, സെറ്റിംഗ് ടൈം, സൺ സെറ്റിംഗ് ടൈം, എസറ്റ് സൺ റൈസിംഗ് ടൈം. സൂര്യാസ്തമയ സമയത്തും സൂര്യൻ്റെ ഉദയ സമയത്തും വെൻ ദ ലൈറ്റ് ഈസ് ടു ലൈറ്റ്, അതായത് പ്രകാശം ഇളം ചുവപ്പ് നിറത്തിലോ ഇളം മഞ്ഞ നിറത്തിലാകുമ്പോൾ ആ സമയത്താണ് മോത്ത്, പാറ്റ, ഇയാമ്പറ്റ വരുന്നത്. അതുകൊണ്ട് അതിനെ മോത്ത് അവർ എന്ന് ലേറ്റ് ഈവനിങ്ങിനെയും വിളിക്കാം, അതുപോലെ തന്നെ ഏർലി മോർണിംഗിനെയും വിളിക്കാം. നെക്സ്റ്റ് വൺ, why didn't the sick man's wife feel surprised to see Father Gilligan? എന്തുകൊണ്ടാണ് ആ സ്ത്രീ ആശ്ചര്യപ്പെട്ടത്? സാധാരണഗതിയിൽ ഇടവകയിലെ വീട്ടിലേക്ക് പുരോഹിതൻ വരും. ഇവിടെ പുരോഹിതൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീ അത്രത്തോളം ആശ്ചര്യപ്പെട്ടത്? ആൻസർ, it was the second time the priest reached to serve the dying man. സാധാരണഗതിയിൽ അന്ത്യകൂദാശ നൽകാനായിട്ട് ഒരു തവണയാണ് വരാറുള്ളത് പുരോഹിതൻ. പക്ഷേ ഇവിടെ ഇതാ 2 തവണ വന്നിരിക്കുന്നു. ആ 2ാം തവണ എത്തിയത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ആ സ്ത്രീ ചോദിച്ചത്, ഫാദർ യു കം അഗെയിൻ, താങ്കൾ വീണ്ടും വരികയാണോ എന്ന് ചോദിച്ചത്. ഒരു ചോദ്യം അവിടെ മാഷോട് വിട്ടിട്ടുണ്ട്, അതിന് മുന്നത്തെ ചോദ്യം റെഫർ ചെയ്യുക. നോക്കൂ, ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. അദ്ദേഹം ആ സഞ്ചാരം നടത്തിയത് അതിപ്രഭാതത്തിൽ രോഗസ്ഥനായ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് സഞ്ചരിച്ചത് റോഡ് RODE ആണ്. റോഡ് വിത്ത് ലിറ്റിൽ കെയർ, ഒട്ടും ശ്രദ്ധിക്കാതെയാണ്. വാട്ട് ഡസ് ദിസ് ലൈൻ ഇൻഡിക്കേറ്റ്? എന്താണ് ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, ഫാദർ ഗില്ലിഗൻ couldn't go to the sick man's house the previous evening. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മരിക്കുന്ന മനുഷ്യൻ്റെ ബന്ധു വന്ന് വിളിച്ചപ്പോൾ പുരോഹിതൻ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഫാദർ ഫെൽറ്റ് ഗിൽറ്റി, അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. ആ കുറ്റബോധം കൊണ്ടുള്ളതാണ്. ആൻഡ് വാസ് റൈഡിങ് സോ ഫാസ്റ്റ്, അതുകൊണ്ട് കഴിയുന്ന അത്ര വേഗത്തിൽ അവിടെ എത്താൻ വേണ്ടിയാണ് അദ്ദേഹം അത്ര വേഗം അശ്രദ്ധനായിട്ട് കുതിരയെ ഓടിച്ചത്. വീണ്ടും 9ാമത്തെ ചോദ്യം ഒന്നുകൂടി പറയുന്നു. വൈ ഡിഡ് ദ സിക്ക് മാൻ വൈഫ് ഫീൽ സർപ്രൈസ് ടു സീ ഫാദർ ഗില്ലിഗൻ? ഇറ്റ് വാസ് ദ സെക്കൻഡ് ടൈം ദ പ്രീസ്റ്റ് റീച്ച് ടു സെർവ് ദ ഡൈയിങ് മാൻ. 2ാം തവണയായിരുന്നു ഫാദർ ഗില്ലിഗൻ ആ മരണ വീട്ടിൽ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ മരിക്കുന്ന മനുഷ്യൻ്റെ അരികിൽ എത്തിച്ചേർന്നത്, ആ വീട്ടിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീ ആശ്ചര്യപ്പെട്ടു പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Why was the priest overcome with grief at the word of the wife, widow? എന്തുകൊണ്ടാണ് ആ വിധവ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത്രത്തോളം സങ്കടപ്പെട്ടു പോയത്? ആൻസർ, ദ sick man had died or had dead 1 hour ago. നമ്മുടെ പുരോഹിതൻ എത്തുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ പാവം ആ മനുഷ്യൻ മരിച്ചു പോയിരുന്നു. ദാറ്റ് മീൻസ് ദ പ്രീസ്റ്റ് ഹാഡ് ബിക്കം എ സിന്നർ. നമ്മുടെ പ്രീസ്റ്റ് അക്ഷരാർത്ഥത്തിൽ ഒരു പാപിയായി കഴിഞ്ഞിരുന്നു. അതോർത്തപ്പോഴാണ് അദ്ദേഹം അത്രമേൽ ദുഃഖിച്ചു പോയത്. Next one, he knelt him at that word. Who knelt to whom? Why? പിന്നെ വീണ്ടും പറഞ്ഞു, പുരോഹിത, താങ്കൾ ഒരു തവണ ഇവിടെ വന്നല്ലോ, താങ്കൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തല്ലോ, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അതേ സന്തോഷത്തോടെ എപ്രകാരത്തിലാണോ ഒരു പക്ഷി പറക്കുന്നത് അപ്രകാരത്തിൽ സമാധാനത്തോടെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയല്ലോ. ഇത് കേട്ടപ്പോഴാണ് ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വേർഡ്. അത് കേട്ടപ്പോഴാണ് അദ്ദേഹം ദൈവത്തിന് മുട്ടുകുത്തിയത്. ഹൂ നെൽറ്റ് ഹും? ആരെയാണ് മുട്ടുകുത്തിയത്? വൈ? എന്തുകൊണ്ടാണ് മുട്ടുകുത്തിയത്? ഫാദർ ഗില്ലിഗൻ നെൽറ്റ് ദ ഗാഡ് ഫോർ ഹെൽപ്പിംഗ് ഹിം അറ്റ് ദി പ്രോപ്പർ ടൈം. ഉചിതമായ സമയത്ത്, താൻ പാവിയാക്കപ്പെടുമായിരുന്ന സമയത്ത്, തൻ്റെ മയക്കത്തിൽ, തൻ്റെ ഉറക്കത്തിൽ താൻ പോലും അറിയാതെ തന്നെ ദൈവം രക്ഷിച്ചു. അല്ലെങ്കിൽ തൻ്റെ രൂപത്തിൽ ദൈവം മാലാഖ പ്രത്യക്ഷപ്പെട്ടു, അന്ത്യകൂദാശ നൽകി. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ആണ് ഇവിടെ പരാമർശിക്കുന്നത്. മുട്ടുകുത്തിയത് പീറ്റർ ഗില്ലിഗനാണ്. ദൈവത്തിൻ്റെ മുന്നിലാണ് മുട്ടുകുത്തിയത്. എന്തുകൊണ്ടെന്നാൽ അത്രമേൽ കാരുണ്യവാനായിട്ട് ദൈവം ആ സമയത്ത് പീറ്റർ ഗില്ലിഗനോട് പ്രതികരിച്ചു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ഗോഡ് സേവ് ഫാദർ ഫ്രം ഡാംനേഷൻ? ഡാംനേഷൻ ബുക്കിലെ വാക്കാണ് DAMNATION. ശാപം, പാപം, നാശം. എപ്രകാരത്തിലാണ് ദൈവം നമ്മുടെ പുരോഹിതനെ പാപക്കറയിൽ നിന്ന്, പാപി എന്നുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? God sent one of the angels to serve the sick man instead of father. പുരോഹിതന് വരാൻ, നടക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ മനുഷ്യൻ മരിക്കും എന്നുള്ളത് കൊണ്ട് ദൈവം തന്നെ തൻ്റെ മാലാഖമാരിൽ ഒരാളെ പുരോഹിതൻ്റെ ഫാദർ ഗില്ലിഗൻ്റെ രൂപത്തിൽ ആ വീട്ടിലേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, he who hath made the night and stars. ആരാണോ ഈ ഗ്രഹങ്ങളെ സൃഷ്ടിച്ചത്? ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ആരാണോ ഈ നക്ഷത്രങ്ങൾക്ക് നിയന്ത്രണം കൊടുക്കുന്നത്? ക്വസ്റ്റ്യൻ, ഹു ഈസ് റെഫേർഡ് ഹിയർ? ആരെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? ആൻസർ, ഗോഡ് ദ ക്രൈസ്റ്റ് ഓർ ക്രൈസ്റ്റ് ദ ഗോഡ്. യേശുക്രിസ്തുവിനെ, യേശുക്രിസ്തു എന്ന ദൈവത്തെ. അടുത്ത ചോദ്യം, had pity on the least of thing. Who is the least of thing here? ഈ നിസാരനോട് അങ്ങ് കരുണ കാണിച്ചല്ലോ. ആരാണ് ഈ നിസാരൻ? ആരാണിവിടെ ഈ നിസാരമായ കാര്യം അല്ലെങ്കിൽ നിസാരനായ ജീവിയായിട്ട് പരാമർശിച്ചത്? ആൻഡ് ഹൂ ഷോഡ് പിറ്റി? ആരാണ് സഹതാപം കാണിച്ചത്, ദയ കാണിച്ചത്? നിസാരനായ ജീവി. ദ ലീസ്റ്റ് തിങ് ഈസ് വാട്ട്? പീറ്റർ ഗില്ലിഗൻ, ദ പിറ്റി ഷോൺ ബൈ ഗോഡ്. നിസാരൻ എന്ന് പറയുന്നത് പീറ്റർ ഗില്ലിഗനാണ്, ദയ കാണിച്ചത് ദൈവമാണ്. പോയിൻ്റ് ഔട്ട് ദ റൈം സ്കീം യൂസ്ഡ് ഇൻ ദ പോയം. ഈ കവിതയിൽ സൂചിപ്പിച്ച കൊടുത്ത റൈം സ്കീം എന്താണ്? ABCB. ABCB. And the last question, the appreciation. The ballad of Father Gilligan, an appreciation. It's a great creation by W.B. Yeats. W.B. Yeatsൻ്റെ, വില്യം ബട്ട്ലർ യീറ്റ്സിൻ്റെ അതിശ്രേഷ്ഠമായൊരു കവിത. Though the theme and style is old one,
ആശയവും രചനാരീതിയും പഴയതാണ്. എന്നാലും ദ പോയം റെപ്രസെൻറ്റ്സ് all the modern techniques or poetic devices. അത്യന്താധുനിക കവിതയുടെ എല്ലാ കവിത്വ ഭാവങ്ങളും കവിതാ ശൈലികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കവിതയാണ് ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. നെസ്പേര. ഫാദർ ഗില്ലിഗൻ റെൻഡേഴ്സ് സെൽഫ്ലെസ് സർവീസ് to the poor people of his parish at a very needy time. അത്യാവശ്യമായൊരു സമയത്ത്, ജനങ്ങളൊക്കെ രോഗബാധിതരായ സമയത്ത്, മരിച്ചു വീഴുന്ന സമയത്ത് ഫാദർ ഗില്ലിഗൻ എല്ലാ വീട്ടിലുമെത്തി എല്ലാ രോഗികൾക്കും മരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അന്ത്യകൂദാശ നൽകുന്നു. അദ്ദേഹം വളരെ നന്നായി സേവനം നടത്തുന്നു. The people were sick and dying. ജനങ്ങൾ രോഗബാധിതരും മരിച്ചു വീഴുന്നവരുമായിരുന്നു. ഫാദർ സെർവ്ഡ് ദ ഫ്ലോക്ക് ഡേ ആൻഡ് നൈറ്റ്. ജനക്കൂട്ടത്തെ ആ പിതാവ്, ആ പുരോഹിതൻ രാവും പകലും ശുശ്രൂഷിച്ചു. When a poor man came to call upon him, ഒരു മനുഷ്യൻ ഒരു നാൾ സന്ധ്യയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാൻ വന്നു. He couldn't go because of weariness. അതിക്ഷീണം കൊണ്ട് നമ്മുടെ പുരോഹിതന് പോകാൻ കഴിഞ്ഞില്ല. He prayed the God to forgive him. അദ്ദേഹം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ മാപ്പാക്കണമേ എന്ന്. And fell asleep. അതും പറഞ്ഞ് അദ്ദേഹത്തോട് ഉറങ്ങിപ്പോയി. The next day, early in the morning, അടുത്ത നാൾ പ്രഭാതത്തിൽ he went to the sick man's house. അദ്ദേഹം ആ മരിക്കാറായ രോഗിയുടെ വീട്ടിലെത്തി. The sick man's wife got surprised to see the father. പുരോഹിതനെ കണ്ടപ്പോൾ ആ മരിച്ച മനുഷ്യൻ്റെ ഭാര്യയ്ക്ക് ആശ്ചര്യമാണ് തോന്നിയത്. From her, the priest knew the death of her husband. അവരിൽ നിന്നാണ് പുരോഹിതൻ മനസ്സിലാക്കിയത് ആ മനുഷ്യൻ മരിച്ചു എന്ന്. But she also said that, പക്ഷേ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു, due to the worthy service of Father Gilligan, he left this world with peace. പുരോഹിത, അങ്ങയുടെ സമയോചിതമായ സേവനം കൊണ്ട് എൻ്റെ ഭർത്താവിന് എല്ലാ പരിചരണവും ലഭിച്ചു, അദ്ദേഹം സ്വർഗസ്ഥനായി എന്ന്. ഹിയറിംഗ് ദ വേർഡ്സ് ഓഫ് ദി വുമൺ, ആ വിധവയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദ പ്രീസ്റ്റ് റിയലൈസ്ഡ് ദാറ്റ്, നമ്മുടെ പീറ്റർ ഗില്ലിഗന് ഒരു കാര്യം ബോധ്യമായി. ഇറ്റ് വാസ് ദ ഗോഡ് ഹു ഹാഡ് സെൻറ്റ് വൺ ഓഫ് ഹിസ് ഏഞ്ചൽസ് ഇൻ ടു ദ സിക്ക് മാൻസ് ഹൗസ് ടു പ്രൊവൈഡ് ലാസ്റ്റ് സർവീസ്. മരിക്കുന്ന മനുഷ്യന് അന്ത്യകൂദാശ അർപ്പിക്കാനായിട്ട് ദൈവം തന്നെയാണ് അവൻ്റെ മാലാഖമാരിൽ ഒരാളെ ഫാദർ ഗില്ലിഗൻ്റെ രൂപത്തിൽ ആ വീട്ടിലേക്ക് അയച്ചു കൊടുത്തതെന്ന്. എങ്ങനെയുള്ള ദൈവം? ദ ഗോഡ്, ആൾ ദ ആൾമൈറ്റി, സർവശക്തനായ ദൈവം. ആൾ ദ സ്റ്റാൻസാസ് ഓഫ് ദിസ് പോയം കീപ്സ് ദ റൈം സ്കീം ഓഫ് ABCB. ഈ കവിതയിലെ എല്ലാ സ്റ്റാൻസുകളും ABCB എന്ന പോയറ്റിക് ഡിവൈസിൽ രൂപപ്പെടുത്തപ്പെട്ടതാണ്. താങ്ക് യു.